കൃഷ്ണ എവിടെ? അത് പിന്നെ തങ്കം, കുറച്ചു ദിവസമായിട്ട് കൃഷ്ണ ഓഫീസിലേക്ക് പോയിട്ടില്ലല്ലോ. ഇന്നെന്തോ കണക്കെടുപ്പിന്റെ കാര്യങ്ങളുമായിട്ട് ഇന്നൊന്ന് ഓഫീസിൽ ചെല്ലണമെന്ന് അവര് പറഞ്ഞിരിക്കുക. അങ്ങനെ പോയതാ. പെട്ടെന്ന് ഞാൻ തിരിച്ചു വരും. അതെ ഗോപാല, എന്റെ അസുഖത്തിന്റെ കാര്യത്തില് ഇനിയിപ്പോ പ്രശ്നമൊന്നും ഇല്ലല്ലോ. പെട്ടെന്ന് ആലോചിക്കേണ്ടത് അവളുടെ കല്യാണക്കാരിയാ. കൃഷ്ണയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആ പയ്യനില്ലേ, നല്ല ഒരുത്തനാ. എന്റെ കൂടെ നടന്ന് എന്റെ കാര്യങ്ങളും നോക്കി പാഴാക്കി കളയാനുള്ളതല്ല അവളുടെ ജീവിതം. അവനെ ഏൽപ്പിക്കണം. അതിനെന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? നമുക്ക് വേണ്ടതുപോലെ ചെയ്യാൻ തങ്കം. ആദ്യം തങ്കത്തിന്റെ അസുഖം മാറി ഇവിടുന്ന് ഡിസ്ചാർജ് ആവട്ടെ, എന്നിട്ട് നമുക്ക് പോയി അന്വേഷിക്കാമല്ലോ. ആ വീട്ടുകാരുമായിട്ട് സംസാരിക്കേണ്ടി വന്നാ നമുക്ക് സംസാരിക്കാമല്ലോ. വേണം, സംസാരിക്കണം. അത് വേണ്ടേ സുനന്ദേ? തീർച്ചയായിട്ടും വേണം ചേച്ചി. കൃഷ്ണമോളുടെ വിവാഹം ഇപ്പോ തങ്കേച്ചിയെ പോലെ ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. കുറേയിട്ട് കഷ്ടപ്പെടുത്തിയാലും ദൈവം എവിടെയെങ്കിലും നമുക്ക് വേണ്ടി ഒരു തിരി കത്തിച്ചു വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ തന്നെ എന്റെ കാര്യം കണ്ടില്ലേ? ചത്തുപോകുമെന്നാ ഞാൻ കരുതി. അത് വേണ്ട. നീ കുറച്ചു കാലം കൂടി ജീവിച്ചോ തങ്കേന്ന് എന്നോട് ദൈവം പറഞ്ഞില്ലേ? അതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ എനിക്ക് തിരിച്ച് എന്താ ചെയ്യാൻ പറ്റുക? നിനക്ക് എന്താടി തിരിച്ച് ചെയ്യാൻ പറ്റാത്തെ? നവീന്റെ ഒപ്പം നിനക്ക് കളരിക്കൽ പോണം, എന്നിട്ട് നവീനോടൊപ്പം നിനക്ക് ബെഡ്റൂമിൽ കഴിയണോ അല്ലേ? മാഡം, ഈ കാര്യത്തിൽ എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുമില്ല. പിന്നെ ആരടി തെറ്റിയത്? കല്യാണ ദിവസം വരെ എങ്ങനെയെങ്കിലും ഒന്നും സഹിക്കേ. അത് കഴിഞ്ഞാ പിന്നെ ഒന്നും വേണ്ടി വരില്ലല്ലോ. പറയുന്നൊന്ന് കേക്ക് മോളെ. ഗാഥ, അത് ചെയ്യരുത്. കല്യാണക്കുറി കീറുന്നത് ദോഷമാണ്. ഇത് നീ കൊണ്ടുപോയിക്കോടി. ഇനി ഈ വീട്ടിനകത്ത് ഇത് കണ്ടുപോരുത്. എന്നിട്ടേ ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ ശരിക്കൊന്ന് കാണുന്നുണ്ട്. ഗാഥയുടെ ഇഷ്ടങ്ങളിൽ തൊട്ടാലേ തൊട്ടവരനുഭവിച്ചേ പറ്റൂ. ഏതെങ്കിലും വിധത്തിൽ പ്രശ്നങ്ങൾ മാത്രമേ നിന്നെ കൊണ്ടുണ്ടായിട്ടുള്ളൂ. പെറ്റ തള്ളയുടെ ഗുണം. ചേച്ചി, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ഞാൻ കാശ് വാങ്ങിയ അടിമയല്ലേ. പക്ഷെ സുഖമില്ലാതെ കിടക്കുന്ന
എന്റെ അമ്മയെ ചീത്ത പറയരുതെന്നൊന്നും പറയണം. കേട്ടു നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കൃഷ്ണൻ. പെട്ടെന്ന് ഇതൊക്കെ അവസാനിക്കട്ടെ, എന്നിട്ട് കൃഷ്ണ പൊയ്ക്കോ. കച്ചവടം ഉറപ്പിച്ചത് ഞാന്. എന്റെ പാവമ്മയ്ക്ക് അതൊന്നും അറിയില്ല. ചാവാൻ തീരുമാനിച്ചാലും വെറുതെ വീട്ടില്ലാന്ന് ചിലരുടെ തീരുമാനം.